US മുന്നോട്ട് വച്ച താത്കാലിക വെടിനിർത്തൽ കരാർ തള്ളിക്കൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക മറുപടി പാകിസ്ഥാന് കൈമാറി ഇറാൻ. 10 വ്യവസ്ഥകൾ അടങ്ങിയ മറുപടിയാണ് ഇറാൻ കൈമാറിയത്. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ US പൈലറ്റുമാരെ രക്ഷപ്പെടുത്തിയ നീക്കത്തെ ട്രംപ് പ്രശംസിച്ചു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നുണ്ട്. മധു, വിനയിലേക്കാണ് ആദ്യം പോകുന്നത്. വിനയ്, ട്രംപ് ഇങ്ങനെ തുടരെ ഇറാന് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വീണ്ടും നൽകിയിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? അനൂപ്, തീർച്ചയായും ഹോർമോസ് കടലിടുക്ക് അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നിടെയാണ് ഇപ്പോൾ ട്രംപ് ഇറാനെതിരെ ശക്തമായ ഒരു ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇറാനെ അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് ഒറ്റ രാത്രി മാത്രം മതിയെന്നാണ് ഇപ്പോൾ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസ് അല്പസമയം മുമ്പാണ് ട്രംപ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞത്. ട്രംപ് ഇറാനെ കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം അല്ലെങ്കിൽ അവസാന സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച പുലർച്ചെ, ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 5:30 അതായത് ആ സമയത്തിനുള്ളിൽ തുറന്നില്ലെങ്കിൽ, ഹോർമോസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങൾ എന്നിവയെല്ലാം തന്നെ തകർക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. തങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട്, അത് ചിലപ്പോൾ നാളെ തന്നെ ആ രാത്രി ആകാം, ആ കിരാതമായ രാത്രി എന്നാണ് ഇപ്പോൾ ട്രംപ് വൈറ്റ് ഹൗസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് ഇപ്പോൾ മറുപടിയായി ഒരു 10 ദിന നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ ഇറാൻ കൈമാറിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയൊക്കെയാണ്: മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുക. അത്തരത്തിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇറാൻ പുതിയ 10 നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് കൈമാറും. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഹോർമുസിന്റെ നിയന്ത്രണം ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ തങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ 10 നിർദ്ദേശങ്ങൾ ട്രംപ് അംഗീകരിക്കുകയും അങ്ങനെ വേണമെങ്കിൽ സമാധാനത്തിലേക്ക് മാറാമെന്നും പറയുന്നു. പക്ഷേ ട്രംപ് ഒരു കാരണവശാലും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വൈറ്റ് ഹൗസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ 2 വൈമാനികർ വീഴുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ രണ്ടാമത്തെ വൈമാനികരെ രക്ഷപ്പെടുത്തിയ ആ രക്ഷാപ്രവർത്തനത്തെ പ്രശംസിക്കുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ട്രംപ്. അത്തരത്തിൽ ഇറാന്റെ മണ്ണിൽ ചെന്നുകൊണ്ട് അവിടുന്ന് തങ്ങളുടെ വൈമാനികനെ എന്ത് വില കൊടുത്തും രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. എത്രയും യുദ്ധവും സൈന്യത്തോട് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ വേണ്ട, അത് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ തറപ്പിച്ചു പറയുന്നത്. എന്നാൽ വീണ്ടും ട്രംപ് മുന്നറിയിപ്പുകൾ ഇറാന് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. വിനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.